നമസ്കാരം. രാവിലെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്തിനാണ് ഇങ്ങനെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് എന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കണ്ടേ, ജീവിതം അടിച്ചു പൊളിക്കണ്ടേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചത്. ഞാൻ മറുപടി അയക്കാൻ പോയില്ല. കാരണം ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരാളാണ് ഞാൻ. ചില ലക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്, ചിലത് നമ്മുടെ കയ്യെത്തും ദൂരത്തെത്തിയിട്ട് അത് പിൻവാങ്ങി പോകാറുണ്ട്. നമ്മുടെ കൂടെ നടന്നു പോയവരൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നു പോകാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം തെറ്റാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ തെറ്റാണെന്നോ ജീവിതം മടുത്ത് അവിടെ ഒന്നിൽ നിന്ന് പിന്മാറാറില്ല. അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണല്ലോ. അത് ചിലത് സാമ്പത്തികമായിരിക്കും, ആരോഗ്യപരമായിരിക്കും, ശാരീരികമായിരിക്കും, ബന്ധങ്ങൾ കൊണ്ടായിരിക്കും. നമ്മളെ പിന്തുണയ്ക്കേണ്ട ആൾക്കാരൊക്കെ നമ്മളെ പുറങ്കാല് കൊണ്ട് ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുത്തി നോവിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നും. ഇതെല്ലാം വരുമ്പോഴേ നമ്മൾ മതിയാക്കി, ഇനി മടുത്തു, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നൊരു തോന്നൽ വരുന്ന നിമിഷമാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഒരുപാട് പേരുടെ ജീവിതം പരാജയപ്പെട്ടത് അവരാഗ്രഹിക്കുന്ന കാര്യം അവരുടെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ഒരു നിമിഷം ഇങ്ങനെയുള്ള ചിന്തയിൽ മടുത്ത് പിന്മാറിയവരാണ് ജീവിതത്തിൻ്റെ വലിയ പരാജയങ്ങളിലേക്ക് നടന്നു കയറി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തില്ലെങ്കിലോ എന്ന്. അത് നേടിയെടുക്കുന്നിടം വരെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ പരിശ്രമത്തിൻ്റെ ഇടയിൽ ഞാൻ അവസാന ശ്വാസം വലിച്ചാലും അതിലൊരു സന്തോഷമില്ലേ? കാരണം ജീവിതത്തിൽ എന്തിനു വേണ്ടിയെങ്കിലും ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ജീവിതം മനോഹരമാകുകയുള്ളൂ. ഒരു പ്രതീക്ഷയാണ്, ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിനെ മുമ്പോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.